പാലക്കാട് നിയമസഭാ ഉപതെരഞ്ഞെടുപ്പിനുള്ള പരസ്യ പ്രചാരണം ഇന്ന് വൈകിട്ട് 6-ന് അവസാനിക്കും. അവസാനവട്ട പ്രചാരണത്തിലേക്ക് ഓരോ മുന്നണികളും കടക്കുകയാണ്. കൊട്ടിക്കലാശം അല്പസമയത്തിനകം. പാലക്കാട് മേലാമുറിയിൽ നിന്ന് NDA സ്ഥാനാർത്ഥി C. കൃഷ്ണകുമാറിന്റെ റോഡ് ഷോ അല്പസമയത്തിനകം ആരംഭിക്കും. പാലക്കാട് നിന്ന് ഗോകുൽ K. വേണുഗോപാൽ, അരുൺ ആലത്തൂർ ഒപ്പം ശിവദാസ് കന്മനം ചേരുകയാണ്. ഗോകുൽ, നമുക്കറിയാം കഴിഞ്ഞ ദിവസങ്ങളിൽ C. കൃഷ്ണകുമാറിനുണ്ടായ ജനപിന്തുണ സോഷ്യൽ മീഡിയയിലടക്കം വൈറലാണ്. കാരണം കല്യാണ വീടുകളിലേക്ക് കയറി ചെന്ന സ്ഥാനാർത്ഥിയെ ജയ് ശ്രീറാം വിളികളോട് കൂടിയാണ് അവിടുത്തെ ആളുകൾ സ്വീകരിച്ചത്. അത്രത്തോളം ആവേശം തന്നെയാണോ പാലക്കാട്? വലിയ ആവേശത്തിലാണ് BJP പ്രവർത്തകർ, NDA പ്രവർത്തകർ വലിയ ആവേശത്തിലാണ്. നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം. സ്ഥാനാർത്ഥി ഇതുവരെ ഇവിടെ എത്തിയിട്ടില്ല. പക്ഷെ അതിനു മുമ്പ് തന്നെ സ്ഥാനാർത്ഥിയെ സ്വീകരിക്കാനെന്ന വേണം വലിയ രീതിയിൽ നാടൻ പാട്ടുകളും ചാക്യാർകൂത്തുകളും ഒക്കെ ആയിട്ടാണ് ഇവിടെ ആഘോഷം. തെരഞ്ഞെടുപ്പിന്റെ കൊട്ടിക്കലാശത്തിന്റെ പരിപാടികൾ BJP പ്രവർത്തകർ കൊണ്ടാടിക്കൊണ്ടിരിക്കുന്നത് നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കുന്നതാണ്. വലിയ രീതിയിലുള്ള ആഘോഷമാണ്. ഈ മണ്ഡലത്തിന്റെ നിയമസഭാ മണ്ഡലത്തിന്റെ വിവിധ മേഖലകളിൽ നിന്ന് ഒരുപാട് ആളുകൾ ഇങ്ങോട്ടേക്ക് എത്തിയിട്ടുണ്ട്. കൃഷ്ണകുമാർ ജയിക്കോ? കൃഷ്ണകുമാർ ജയിക്കോ? എത്ര വോട്ടിന് ജയിക്കും? എനിക്കൊരു ക്വാർട്ടർ മതി. ഒരു ക്വാർട്ടർ മതി. എല്ലാവരും C. കൃഷ്ണകുമാറിന്റെ വിജയം തന്നെയാണ് എല്ലാ ആളുകളും പ്രതീക്ഷിക്കുന്നത്, ആഗ്രഹിക്കുന്നത്. വലിയ രീതിയിലുള്ള വിജയം BJP C. കൃഷ്ണകുമാർ ഉണ്ടാകുമെന്ന് പറഞ്ഞ സ്ഥാനാർത്ഥി ഇതുവരെ എത്തിയിട്ടില്ല. അല്പസമയത്തിനകം തന്നെ ഇവിടെ നിന്ന് BJPയുടെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന്റെ കൊട്ടിക്കലാശ പരിപാടിക്ക് തുടക്കമാവുന്നതാണ്. മണ്ഡലത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ഒരുപാട് BJP പ്രവർത്തകർ ഇവിടെ എത്തിയിട്ടുണ്ട്. അവർ C. കൃഷ്ണകുമാറിന്റെ പ്ലക്കാർഡുകളും BJP കൊടികളും ഒക്കെ ആയിട്ട് ഈ തെരഞ്ഞെടുപ്പ് കൊട്ടിക്കലാശം ആഘോഷമാക്കാൻ തയ്യാറായി കഴിഞ്ഞിരിക്കുകയാണ്. എങ്ങനെയാണ്? ആഘോഷത്തിലാണോ? ആവേശത്തിലാണോ? ജയിക്കും, ഉറപ്പായിട്ട് ജയിക്കും. ജയിക്കും. എത്ര വോട്ട് ഭൂരിപക്ഷം ഉണ്ടാവും? നല്ലൊരു ഭൂരിപക്ഷം ഉണ്ടാവും. 10,000 വോട്ട് കൃഷ്ണകുമാറായിട്ട് ജയിച്ചിരിക്കും. അല്ല, ഇടതും വലതും മുന്നണിക്കെതിരെ BJP മാത്രം പാലക്കാട് ഇപ്പോൾ ഉയർച്ചെടുക്കുന്നുള്ളൂ. അതുകൊണ്ട് കൃഷ്ണകുമാറായിട്ട് ജയിച്ചിരിക്കും. അത് കേരള പ്രവർത്തകന്റെ വികാരം കണ്ടാൽ മനസ്സിലാക്കാൻ പറ്റും. നിങ്ങളിവിടെ മുനിസിപ്പാലിറ്റിയിലുള്ള ആളാണോ? അല്ലല്ല, പരിസരത്തുള്ളതല്ല. എല്ലാ ആളുകളും BJP സ്ഥാനാർത്ഥി കൃഷ്ണകുമാറിന്റെ വിജയം തന്നെയാണ് പ്രവചിക്കുന്നത്. അവർ കാലങ്ങളായി ആഗ്രഹിച്ചിരിക്കുന്ന, ഒരുപാട് നാളുകളായി പ്രതീക്ഷിച്ചിരിക്കുന്ന ഒരു കാര്യം കൂടിയാണ് കൃഷ്ണകുമാറിന്റെ വിജയം. കഴിഞ്ഞ 2 തവണകളിലായിട്ട് BJP 2ാം സ്ഥാനത്താണ് പാലക്കാട് നിയോജക മണ്ഡലത്തിൽ. കഴിഞ്ഞ തവണ BJPക്ക് 1ാം സ്ഥാനം നഷ്ടമായത് കേവലം 3000 വോട്ടുകൾക്ക് മാത്രമാണ്. മെട്രോമാൻ ഈ ശ്രീധരൻ ഉൾപ്പെടെ കളത്തിലിറക്കി BJP തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന്റെ ഭാഗമായ സമയത്ത് 3000 വോട്ടുകൾക്ക് മാത്രമാണ് BJP പ്രവർത്തകർ BJPക്ക് 1ാം സ്ഥാനം നഷ്ടമായത്. വലിയ ആഘോഷത്തിലാണോ? അത് നല്ല രീതിയിൽ തന്നെയാണ് മുന്നേറിക്കൊണ്ടിരിക്കുന്നത്. ഈ പാലക്കാട് ശ്രീകൃഷ്ണകുമാർ ജയിച്ചിരിക്കും, 100% ഉറപ്പാണ്. അതിൽ യാതൊരു സംശയവും വേണ്ട. എത്ര വോട്ടിന്റെ ഭൂരിപക്ഷം ഉണ്ടാവും? ഇപ്പോഴത്തെ കണക്കിന് ഞങ്ങളൊരു 10,000 വോട്ടെങ്കിലും മിനിമം. എന്താ അങ്ങനെ പറയാൻ കാരണം? ജയിക്കുന്നു പറയാനെന്താ കാരണം? അതുപോലുള്ള ഒരു ക്രമത്തിലുള്ള പ്രവർത്തനം നടത്തുന്നുണ്ട്. നല്ല പ്രവർത്തനം ക്രമത്തിൽ സാധാരണ എവിടെ നടക്കുന്നതിനൊക്കെ ഭംഗിയായിട്ടും വൃത്തിയായിട്ടും നടത്തും. രാഹുലൊക്കെ ഒരു ചെറുപ്പക്കാരനാണെന്നാ പറയുന്നത്. രാഹുൽ നാട്ടുകാരനല്ലല്ലോ. അതിനേക്കാൾ ഉപരി കൃഷ്ണകുമാർ എന്ന് പറഞ്ഞ അദ്ദേഹം നാട്ടുകാരനാണ്. ഇവിടെ മുനിസിപ്പൽ ചെയർമാനായിരുന്നിട്ട ആളാണ്. എല്ലാവർക്കും പരിചയപ്പെട്ട ആളാണ്. ജനകീയനാണ് C. കൃഷ്ണകുമാർ. എല്ലാ നാട്ടുകാർക്കും അറിയുന്ന ഒരു വ്യക്തിയാണ് C. കൃഷ്ണകുമാർ. മുഖ്യ എതിരാളിയായി BJP കരുതുന്ന UDF സ്ഥാനാർത്ഥി രാഹുൽ മാങ്കൂട്ടം പുറമേ നിന്ന് വന്ന ആളാണ്. അവർക്ക് ഇവിടെ വലിയ സ്വീകാര്യതയില്ല എന്നൊരു കാര്യമാണ് പറയുന്നത്. ചെറുപ്പമൊന്നും അല്ലെങ്കിൽ യുവത്വത്തിന്റെ തിളപ്പുകളൊന്നും എന്തായാലും ഇവിടെ ബാധിക്കില്ല. C. കൃഷ്ണകുമാർ കൗൺസിലറായിട്ട് പ്രവർത്തിച്ച പാരമ്പര്യമുണ്ട്. നഗരസഭാ വൈസ് ചെയർമാനായി പ്രവർത്തിച്ച പാരമ്പര്യമുണ്ട്. അതിനൊക്കെ അപ്പുറത്തേക്ക് ഈ മണ്ഡലത്തിലെ എല്ലാ ആളുകളെയും നേരിട്ട് പരിചയമുള്ള ഒരാളാണ്. ചേട്ടാ, C. കൃഷ്ണകുമാറിന്റെ വിജയം ഉണ്ടാവുമോ? പൂർണ്ണമായിട്ടും വിശ്വാസമുണ്ട്. 1500 വോട്ട് മീതെ ജയിക്കും. വലിയ വിജയം ഉണ്ടാവും. രാഹുൽ മാങ്കൂട്ടമാണോ സരിനാണ് മുഖ്യ എതിരാളി? രാഹുൽ മാങ്കൂട്ടം. ചിത്രത്തിലേ ഇല്ല. സന്ദീപ് വാര്യർ പോയത് ബാധിക്കും? സന്ദീപ് വാര്യർ ആർക്കും അറിയൊന്നുമില്ല. സന്ദീപ് വാര്യർ പാർട്ടിയിലെ ഒരു വക്താവെന്നുള്ളൂ. സന്ദീപ് വാര്യരൊന്നും വലിയ ക്ഷണം ചെയ്യില്ല. ഈ കഴിഞ്ഞ ദിവസം നടന്നിട്ടുള്ള ഒരു പ്രധാന പ്രശ്നം, ശോഭാ സുരേന്ദ്രൻ ഉൾപ്പെടെയുള്ള ആളുകൾ ഈ പ്രദേശത്തേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഒരു മിനിറ്റ്. എങ്ങനെയാണ് തെരഞ്ഞെടുപ്പ് കൊട്ടിക്കലാശം? ഇത് നമുക്ക് വരാൻ പോകുന്ന ഭാവി കേരളത്തിന്റെ മുഖ്യമന്ത്രി പദവിയിലേക്കുള്ള
NDA സഖ്യത്തിൻ്റെ പ്രഥമ ചുവടുവയ്പ്പാണ്. തീർച്ചയായിട്ടും അത് പാലക്കാട്ടുകാർ വലിയ ഭൂരിപക്ഷത്തിൽ വിജയിക്കും. പല വിവാദങ്ങളുണ്ടായി. ഏറ്റവും ഒടുവിൽ സന്ദീപ് വാര്യർ പാർട്ടി വിട്ടു പോകുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. അല്ലല്ല, ഭാരതീയ ജനതാ പാർട്ടി NDA സംബന്ധിച്ച് പാലക്കാടിൽ ഞങ്ങൾ 2ാം സ്ഥാനത്തായിരുന്നു. കുറഞ്ഞ വോട്ടിനാണ് പരാജയപ്പെട്ടു പോയത്. ഇത്തവണ ഹാട്രിക് വിജയം നേടിക്കൊണ്ട് ഒരു വലിയ മൂവ്മെന്റ്. കാരണം രാജഗോപാൽജിക്ക് ശേഷം പാലക്കാട് നിന്ന് ഞങ്ങളുടെ എൻട്രി അത് വരാൻ പോകുന്ന നാളുകളിലെ ഭാരതീയ ജനതാ പാർട്ടി നേതൃത്വം നൽകുന്ന NDA സർക്കാരിന് 3ാം ബദലിന്റെ ആദ്യത്തെ ചുവടുവയ്പ്പായിരിക്കും. അത് പാലക്കാട്ട് നിന്നായിരിക്കും എന്നാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. തുടക്കത്തിൽ ചേച്ചിയായിരുന്നു പാലക്കാട്ടുകാർ ആഗ്രഹിച്ചിരുന്നത്, പാലക്കാട്ടിലെ പ്രവർത്തകർ ആഗ്രഹിച്ചിരുന്നത്. അല്ല, ഞാൻ അതൊക്കെ വളരെ വ്യക്തമായി പറഞ്ഞു കഴിഞ്ഞതാണ്. കാരണം കേരളത്തില് അങ്ങോളം ഇങ്ങോളം യാത്ര ചെയ്യാനും തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാനും ഒക്കെ എൻ്റെ പ്രസ്ഥാനം എനിക്ക് അവസരം നൽകിയിട്ടുണ്ട്. പറഞ്ഞ പണിയെല്ലാം കൃത്യമായിട്ട് ഞാൻ എടുത്തിട്ടുണ്ട്. ഇവിടെ ഞാൻ ആദ്യം മാധ്യമ സുഹൃത്തുക്കളോട് പറഞ്ഞിരുന്നു, പേരിന് പ്രസക്തിയില്ല, ചിഹ്നമാണ് പ്രസക്തി. ഞങ്ങളുടെ ചങ്കിലാണ് താമര. ആ ചങ്കിൽ താമര ഓരോ വ്യക്തികൾക്കുമുണ്ട്. 3ാം ബദൽ അത് ഈ സമൂഹത്തിന്റെ ആവശ്യമാണ്. കേരള നിയമസഭയ്ക്കകത്ത് ഭാരതീയ ജനതാ പാർട്ടിയുടെ എൻട്രി, NDAയുടെ എൻട്രി എന്ന് പറയുന്നത് തീർച്ചയായിട്ടും അത് എന്താണ്. അല്ല, ഇപ്പൊ അദ്ദേഹം ആരാണ്? ആണല്ലോ. അപ്പോ ഞങ്ങളുടെ ഈ പൊതുസമൂഹത്തിനോടുള്ള അഭ്യർത്ഥന, അപേക്ഷ എന്ന് പറയുന്നത് ഈ 3ാം ബദൽ എന്ന് പറയുന്നത് കർഷകന് വേണ്ടിയാണ്, സ്ത്രീകൾക്ക് വേണ്ടിയാണ്, ഈ പൊതുസമൂഹത്തിന് വേണ്ടിയാണ്, ഇവിടുത്തെ ജനതയ്ക്ക് വേണ്ടിയാണ്. ഇടതുപക്ഷവും വലതുപക്ഷവും അല്ലാതെ നേർരേഖയിലൂടെ ഒരാൾ കേരള നിയമസഭയിൽ എത്തേണ്ടത് അത് സമൂഹത്തിന്റെ ആവശ്യമാണ്. ശോഭാ സുരേന്ദ്രനാണ് BJPയുടെ സംസ്ഥാന ഉപാധ്യക്ഷയായിട്ടുള്ള കരുത്തയായ BJPയുടെ നേതാവായിട്ടുള്ള ശോഭാ സുരേന്ദ്രനാണ് വന്നിറങ്ങിയിട്ടുള്ളത്. വളരെ ആവേശത്തോടുകൂടി BJP നേതാക്കളെ ഉൾപ്പെടെ പ്രവർത്തകർ സ്വീകരിക്കുന്ന കാഴ്ച. BJP പ്രവർത്തകർ മണ്ഡലത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് മേലാമുറിയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. BJP പ്രവർത്തകരുടെ ഒഴുക്കാണ് മേലാമുറിയിലേക്ക് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മൾ നേരത്തെയൊക്കെ കണ്ടതും പറഞ്ഞതും പോലെ തന്നെ BJP സ്ഥാനാർത്ഥിയായിട്ടുള്ള C. കൃഷ്ണകുമാറിന്റെ വിജയം സുനിശ്ചിതമാക്കുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങളാണ് ഇവിടെ കാണുന്നത്. ശോഭാ സുരേന്ദ്രൻ ഉൾപ്പെടെയുള്ള ആളുകൾ പറയുന്നത് പോലെ തന്നെയാണ് വ്യക്തികൾക്കെല്ലാം പ്രാധാന്യം. ആരൊക്കെ പാർട്ടിയിൽ നിന്ന് പോയി കഴിഞ്ഞാലും പാലക്കാട് C. കൃഷ്ണകുമാറിന്റെ വിജയം ഉറപ്പിച്ചു കഴിഞ്ഞിരിക്കുന്നു. വ്യക്തമായ മാർജിനോടുകൂടി വിജയിച്ചിരിക്കുന്നു. എല്ലാ ആളുകളും ഒറ്റക്കെട്ടായി തന്നെയാണ് ഈ തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത്. മറ്റു പ്രചാരണങ്ങൾ അടിസ്ഥാനരഹിതമാണ്, അനാവശ്യമാണ്. ഒരു തരത്തിലും ഒരു വിവാദങ്ങളും ബാധിക്കുകയില്ല. സന്ദീപ് വാര്യർ ഉൾപ്പെടെയുള്ള ആളുകളുടെ കൊഴിഞ്ഞുപോക്ക് BJPയുടെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനത്തെ ഒരു തരത്തിലും ബാധിക്കില്ല, കൂടുതൽ സുശക്തമാക്കുകയേ ചെയ്യുകയുള്ളൂ എന്നാണ് BJPയുടെ സാധാരണക്കാരായ പ്രവർത്തകർ പറയുന്നത്. BDJSന്റെ പ്രവർത്തകരുടെ, ശിവസേനയുടെ പ്രവർത്തകരുടെ NDA ഒറ്റക്കെട്ടായി പാലക്കാട് മണ്ഡലത്തെ BJPയുടെ വിജയത്തിനായി കാത്തിരിക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. BJPയുടെ സംസ്ഥാന സെക്രട്ടറി പ്രകാശ് ബാബു ഇപ്പോൾ ഉണ്ട്. എങ്ങനെയുണ്ട് കൊട്ടിക്കൊലാശ ആവാസങ്ങളുണ്ട്? വളരെ ആവേശത്തിലാണ്. പാലക്കാട് പിടിച്ചിരിക്കും, ആ രീതിയിലുള്ള പ്രവർത്തനമാണ്. 2 മുന്നണികളിൽ നിന്നും വലിയ രീതിയിലുള്ള പോസിറ്റീവ് റെസ്പോൺസ് ആണ് കൃഷ്ണകുമാർജിക്ക് അനുകൂലമായിട്ട് ലഭിക്കുന്നത്. ഇതൊരു ചരിത്ര മുന്നേറ്റമായിരിക്കും നമ്മൾ പാലക്കാട് കാണാൻ വേണ്ടി പോകുന്നത്. 2 മുന്നണികളുടെയും പ്രതീക്ഷകളെ അവിടെ അവസാനത്തെ ആണിയടിക്കുന്ന ദിവസമായിരിക്കും 23-ാം തീയതി. ഒരു തർക്കവുമില്ല. ആ രീതിയിലാണ് ഓരോ ബൂത്തുകളിലും പ്രവർത്തകർ, നിഷ്പക്ഷരായിട്ടുള്ളവർ, 2 മുന്നണിയിലുള്ളവർ എല്ലാവരും ഇവിടെ കൃഷ്ണകുമാറിന്റെ BJPയുടെ വിജയം ആഗ്രഹിക്കുന്നവരാണ്. BJP നേതാക്കൾ തൊട്ട് സാധാരണക്കാരായ പ്രവർത്തകർ വരെ വളരെയധികം കോൺഫിഡൻസ്, മുമ്പൊന്നും നമ്മൾ കണ്ടിട്ടില്ലാത്ത ഒരുപാട് തെരഞ്ഞെടുപ്പ് പ്രചാരണ രംഗത്ത് ജനം TV ഉൾപ്പെടെയുള്ള സംഘങ്ങൾ ഉണ്ടായിരുന്നു. അപ്പോഴൊന്നും കണ്ടിട്ടുള്ളതിനെക്കാട്ടിൽ എത്രയോ ഇരട്ടി കോൺഫിഡൻസോട് കൂടിയിട്ടാണ് BJPയുടെ പ്രവർത്തകരും നേതാക്കളും ഒരേ മനസ്സോടെ ഒരേ വാക്കാണ് പറയുന്നത്. 10,000-ലധികം ഭൂരിപക്ഷം ഉണ്ടാകുമെന്ന് BJPയുടെ സാധാരണക്കാരായ പ്രവർത്തകർ പറയുന്നു. BJPയുടെ നേതാക്കന്മാർ കൃത്യമായ എണ്ണം പറയുന്നില്ലെങ്കിലും ചരിത്രം കുറിക്കും ഇത്തവണ പാലക്കാട്. കേരളത്തിന്റെ രാഷ്ട്രീയ മാറ്റത്തിന് തുടക്കം കുറിക്കുന്നത് എന്തായാലും പാലക്കാട് നിന്നായിരിക്കും. നേരത്തെ രാജഗോപാൽ വിജയിച്ചു, എന്നാൽ ഇത്തവണ പാലക്കാട് C. കൃഷ്ണകുമാറിൽ കൂടി കേരളത്തിന്റെ മുഖ്യമന്ത്രി സ്ഥാനത്തേക്കുള്ള ഒരു ചുവടുവെപ്പിന് തുടക്കം കുറിക്കുന്നത് പാലക്കാട് നിന്നായിരിക്കുമെന്നാണ് പറയുന്നത്. ഒരേ വാക്കിൽ ഒരേ ശ്വാസത്തിൽ ഒത്തൊരുമയോടുകൂടി BJP പ്രവർത്തകർ പറയുന്നു, NDA പ്രവർത്തകർ പറയുന്നു.
ഇവിടെ വലിയ രീതിയിലുള്ള വിജയം എന്തായാലും BJP പ്രവർത്തകർ തുടക്കം മുതൽ തന്നെ പ്രവചിക്കുന്നുണ്ട്. അത് അന്വർത്ഥമാക്കുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങൾ, പ്രകടനങ്ങൾ, പ്രത്യാശകളൊക്കെയാണ് BJP പ്രവർത്തകരായിട്ടുള്ള ആളുകൾ പങ്കുവെക്കുന്നത്. സ്ഥാനാർത്ഥി ഇതുവരെ ഇവിടെ എത്തിയിട്ടില്ലെങ്കിലും മണ്ഡലത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് നൂറുകണക്കിന് ആളുകൾ ഇവിടേക്ക് എത്തിക്കഴിഞ്ഞിരിക്കുകയാണ്. ബൈക്ക് റാലി ഉൾപ്പെടെ വാഹനങ്ങളിൽ ഉൾപ്പെടെയുള്ള ആളുകൾ ഇവിടേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നു. വലിയ ആവേശത്തിലാണ് BJP പ്രവർത്തകർ എന്തായാലും ഉള്ളത്. നമുക്ക് അവരോട് തന്നെ അവരുമായി ആ കാര്യങ്ങളെ പറ്റി ചോദിക്കാം. എങ്ങനെയുണ്ടാവും ഇത്തവണത്തെ തെരഞ്ഞെടുപ്പ്? എന്തായിരിക്കും അവസ്ഥ? തെരഞ്ഞെടുപ്പിന്റെ അവസാനം എങ്ങനെയിരിക്കും? കുഴപ്പമില്ല, അടിപൊളി വോട്ടുകലാശം. വോട്ടെണ്ണുമ്പോ വിജയം ഉറപ്പല്ലേ? കൃഷ്ണകുമാർജിക്ക് ഉറപ്പാണ്. അങ്ങനെ പറയാൻ എന്താ അത്ര ഒരു കോൺഫിഡൻസ് ഉണ്ടാവാൻ എന്താ കാരണം? നാട് തന്നെയല്ലേ, നാട്ടുകാരനെന്നുള്ള നാട്ടാണോ? അല്ല, അങ്ങനല്ല. നമ്മുടെ നാട്ടിൽ പ്രത്യേകിച്ച് ഒരു ഇത് കാണും. മോദിയുടെ വികസനം എല്ലാവർക്കും നന്നായി ബോധ്യമായിട്ടുണ്ട്. അതുകൊണ്ട് തീർച്ചയായിട്ടും നമ്മുടെ പാലക്കാട് കൂടെ ഒരു ചാൻസ് കൊടുക്കുന്ന എല്ലാവരും പ്രതീക്ഷിക്കുന്നു. സന്ദീപാരൊക്കെ BJP പോയത് ബാധിക്കോ? അതിലൊരു ചെറിയ വിഷമം ഉണ്ടെങ്കിലും അതെല്ലാം ഞങ്ങൾ മറികടക്കും. അയാൾ ഇന്ന് പോയില്ലേ, അതുവരെ അയാൾ നല്ല സ്നേഹം കൊണ്ടായിരുന്നു. ഇനി സ്നേഹം ഞങ്ങൾക്കില്ല. കാരണം നമ്മുടെ പ്രസ്ഥാനം വിട്ടു പോയതല്ലേ. പ്രസ്ഥാനത്തോടാണ് സ്നേഹം. തീർച്ചയായിട്ടും അയാൾ നല്ല മനുഷ്യനായിരുന്നു. ഇത്ര നാൾ ഞങ്ങൾ അത് അംഗീകരിച്ചു. അയാൾ പോയതോടെ അയാളുടെ സ്നേഹം കഴിഞ്ഞു. BJP-കാരനായതുകൊണ്ടായിരുന്നു സ്നേഹം. തീർച്ചയായിട്ടും നമ്മൾ BJP-കാരനായിട്ടാണല്ലോ അയാൾ വന്നത്. അയാൾ അതിൽ നിന്ന് പോയി കഴിഞ്ഞാൽ തീർച്ചയായും BJP പോയാൽ പിന്നെ ഞങ്ങൾ അങ്ങനെ തന്നെ ചിന്തിക്കുള്ളൂ. ഒന്നും ബാധിക്കില്ല. തിരഞ്ഞെടുപ്പിൽ C. കൃഷ്ണകുമാറിന്റെ വിജയത്തെ തടയാൻ ഇവരുടെ ഒരു പ്രവർത്തനങ്ങൾക്കും സാധിക്കില്ല. ഇവിടെ നിലവിൽ C. കൃഷ്ണകുമാറിന്റെ വിജയത്തിനായി കാത്തിരിക്കുകയാണ് BJP പ്രവർത്തകർ എന്നാണ് പറയുന്നത്. വാഹനങ്ങളൊക്കെ തയ്യാറായി കഴിഞ്ഞിരിക്കുകയാണ്. കൊട്ടിക്കലാശത്തിന്റെ ഭാഗമായിട്ടുള്ള വാഹനങ്ങളൊക്കെ ഇവിടെ തയ്യാറായി കഴിഞ്ഞിരിക്കുകയാണ്. വിവിധ മേഖലകളിൽ നിന്ന് BJP പ്രവർത്തകരായിട്ടുള്ള ആളുകളൊക്കെ ഇങ്ങോട്ടേക്ക് എത്തിക്കഴിഞ്ഞിരിക്കുന്നു. മുനിസിപ്പാലിറ്റി 3 പഞ്ചായത്തും ഉൾപ്പെടുന്നതാണ് പാലക്കാട് നിയമസഭാ മണ്ഡലം. മുനിസിപ്പാലിറ്റിക്കകത്തൊക്കെ നമുക്ക് നേരത്തെ അറിയുന്നതാണ്. നിയമസഭാ തെരഞ്ഞെടുപ്പിലായാലും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിലായാലും ലോക്സഭാ തെരഞ്ഞെടുപ്പിലേക്കായാലും മുനിസിപ്പാലിറ്റിയിലൊക്കെ BJP മൃഗീയമായ ഒരു ഭൂരിപക്ഷം അല്ലെങ്കിൽ വലിയ രീതിയിലുള്ള വോട്ട് വിഹിതം മുനിസിപ്പാലിറ്റി നൽകുന്നുണ്ട്. മറ്റ് 3 പഞ്ചായത്തുകളെയായിരുന്നു BJP കഴിഞ്ഞ തവണ പുറകോട്ട് പോയതെങ്കിൽ ഇത്തവണ അതിനെ ഓവർകം ചെയ്യാനാവശ്യമായിട്ടുള്ള പ്രവർത്തനങ്ങൾ ഈ മറ്റ് 3 പഞ്ചായത്തുകൾ, 2 പഞ്ചായത്തുകൾ UDF-ഉം 1 പഞ്ചായത്ത് LDF-ഉമാണ് വരുന്നത്. ആ പഞ്ചായത്തിൽ ഉൾപ്പെടെ കൂടുതൽ വോട്ട് കൂട്ടിച്ചേർക്കുകയും BJP-യുടെ പ്രവർത്തനം കൂടുതൽ ശക്തമാക്കുകയും ചെയ്യുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങളായിരുന്നു ഇവിടെ നടന്നു വന്നിരുന്നത്. കൗൺസിലർമാരും സംസ്ഥാന നേതാക്കളും ജില്ലാ നേതാക്കളും ഓരോ ബൂത്തുകൾ കേന്ദ്രീകരിച്ചായിരുന്നു പ്രവർത്തിച്ചിരുന്നത്. അതിന്റെ റിസൾട്ട് എന്തായാലും ഇത്തവണ ഉണ്ടാകും. കേരളത്തിന്റെ രാഷ്ട്രീയ ഭൂപടത്തിൽ പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് എഴുതി ചേർക്കാൻ പോവുകയാണ്. വരുന്ന കാലഘട്ടത്തിൽ കേരളത്തിന്റെ രാഷ്ട്രീയ ഭൂപടത്തിൽ ഉണ്ടാകുന്ന മാറ്റത്തിന്റെ ഒന്നാമത്തെ ചുവടുവെപ്പ് എന്തായാലും പാലക്കാട് നിന്നായിരിക്കുമെന്നാണ് BJP നേതാക്കൾ പറയുന്നത്. സാധാരണക്കാരായിട്ടുള്ള പ്രവർത്തകർ പറയുന്നത്. എല്ലാ ആളുകളും BJP പ്രവർത്തകരായിട്ടുള്ള ആളുകൾ എല്ലാവരും വളരെ ആവേശത്തിലാണ്. മണ്ഡലത്തിന്റെ വിവിധ കേന്ദ്രങ്ങളിൽ നിന്ന് ആളുകൾ ഇങ്ങോട്ടേക്ക് ഒഴുകിയെത്തിക്കൊണ്ടിരിക്കുകയാണ്. 3 മണിക്കായിരുന്നു പരിപാടി നിശ്ചയിച്ചത്. 6 മണിയോട് കൂടിയിട്ട് സ്റ്റേഡിയം ജംഗ്ഷനിൽ പരിപാടി സമാപിക്കും. വലിയ രീതിയിൽ കൊട്ടിക്കലാശം ആഘോഷമാക്കാനുള്ള തയ്യാറെടുപ്പിലാണ് BJP. അതിന്റെ ദൃശ്യങ്ങൾ നമ്മൾ എന്തായാലും കണ്ടുകൊണ്ടിരിക്കുകയാണ്. SJD-യുടെയും BDJS-ന്റെയും ശിവസേനയുടെയും ഉൾപ്പെടെയുള്ള ആളുകൾ ഇങ്ങോട്ടേക്ക് എത്തിക്കഴിഞ്ഞിരിക്കുകയാണ്. എല്ലാ പാർട്ടിയിലുമുള്ള NDA-യുടെ ഘടകകക്ഷികളായിട്ടുള്ള എല്ലാ പാർട്ടിയിലെയും ആളുകൾ ഇവിടെ എത്തിയിട്ടുണ്ട്. വലിയ ഭൂരിപക്ഷവും വലിയ വിജയമാണ് BJP എന്തായാലും ആഗ്രഹിക്കുന്നതും പ്രതീക്ഷിക്കുന്നതും. തിരഞ്ഞെടുപ്പിന്റെ വോട്ടെണ്ണി കഴിയുമ്പോഴേക്കും ആ രീതിയിലുള്ള ഒരു വിജയം BJPക്ക് ഉണ്ടാകുമെന്നാണ് BJP പ്രവർത്തകരായിട്ടുള്ള ആളുകൾ പറയുന്നത്. എങ്ങനെയുണ്ട് തിരഞ്ഞെടുപ്പ് പ്രചാരണങ്ങളൊക്കെ? എങ്ങനെയായിരുന്നു? തീർച്ചയായിട്ടും അടിപൊളി, ഗംഭീര പരിപാടി. ഉറപ്പായിട്ടും കൃഷ്ണകുമാർ ജയിക്കുമെന്നുള്ള 100% 100% ഉറപ്പാണ്. 100% ഉറപ്പാണ്. 100% ഉറപ്പാണ്. അത്ര ഒരു കോൺഫിഡൻസിന്റെ കാരണം എന്താ? കാരണം ഇന്നത്തെ ജനങ്ങളുടെ ഇന്നത്തെ മാർക്സ്വാദിന്റെ ഭരണം, കോൺഗ്രസിൻ്റെതായിട്ടുള്ള സ്ഥാനാർത്ഥികളുടെ തമ്മിലുള്ള പ്രശ്നം, ഇതെല്ലാം അതിന് കാരണക്കാരാണ്. പാലക്കാട് കേരള രാഷ്ട്രീയത്തിന്റെ മാറ്റത്തിന് തുടക്കമായിരിക്കും. കേരള രാഷ്ട്രീയത്തിൽ പാലക്കാട് എന്തായാലും ഉറപ്പാണ് ഉണ്ടാവുന്നുള്ളത്. അതായത് ഈ ഒരു MLA എങ്കിലും നമ്മുടെ ഇതിൽ വേണം, നിയമസഭയിൽ. അത് ഉറപ്പായിട്ടുണ്ടാവുന്നുള്ളത്. മുന്നണി ഒറ്റക്കെട്ടായിട്ട് തന്നെയാണ് തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത്. BJP ജില്ലാ പ്രസിഡന്റ് ഉൾപ്പെടെയുള്ള ആളുകൾ ഇങ്ങോട്ടേക്ക് എത്തിയിട്ടുണ്ട്. എന്തായാലും ആവേശത്തിനൊട്ടും കുറവില്ല. തുടങ്ങിയിട്ടേ ഉള്ളൂ. 3 മണിക്കൂറാണ് കൊട്ടിക്കലാശത്തിന്റെ സമയം. പാലക്കാട് താമര വിരിയിപ്പിക്കുവാൻ വേണ്ടി കച്ചകെട്ടിറങ്ങിയ പ്രവർത്തകരാണ് ഇവിടെ എത്തിയിട്ടുള്ളത്.
ആവേശത്തിനൊട്ടും കുറവില്ല. ഗാനമേളയുണ്ട്, പാട്ടുകളുണ്ട്, വലിയ രീതിയിലുള്ള കലാപരിപാടികളുണ്ട്. ആഘോഷങ്ങൾക്കും ആവേശങ്ങൾക്കും കുറവ് വരുത്താതെയാണ് പാലക്കാട് BJP ജയിച്ചു കയറും, താമര വിരിയുമെന്ന പ്രത്യാശയിൽ തന്നെയാണ് BJP പ്രവർത്തകരും മറ്റ് ജനങ്ങളും അവിടെ തടിച്ചുകൂടിയിരിക്കുകയാണ്. അവരെല്ലാം ഒറ്റ സ്വരമാണ് പറയുന്നത്, ചങ്കിലാണ് താമര, താമര തന്നെയാണ് അവിടെ വിരിയാൻ പോകുന്നതെന്നും പറഞ്ഞു വെക്കുന്നുണ്ട്. ഗോകുൽ K. വേണുഗോപാലാണ് അവിടെ നിന്ന് വിശദാംശങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്.